വലിയ തീപിടുത്തമുണ്ടായ ഡൽഹിയിലെ ഗാസിപ്പൂരിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലാണ് ഇന്നലെ വൈകുന്നേരം വലിയ തീപിടുത്തം ഉണ്ടായത്. സംഭവത്തിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ആരോപണവുമായി BJP രംഗത്ത് വന്നു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉണ്ടായ വലിയൊരു തീപിടുത്തം, അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഇതിപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി വന്നിട്ടുണ്ടല്ലോ. എന്തും തീപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലം. ബൽറാം, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. തീർച്ചയായും ഹാഷ്മി, തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും വിവാദമാകും, തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാകും. ഈ ഗാസിപ്പൂരിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തവും സമാനമായി ഒരു വിവാദമായിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5:30 ഗാസിപ്പൂരിലെ ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ആദ്യഘട്ടത്തിൽ നേരിയ തോതിൽ ആരംഭിച്ച തീ പിന്നീട് ആളിപ്പടരുകയായിരുന്നു. ഈ മേഖലയിലാണ് ഡൽഹിയിലെ മുഴുവൻ മാലിന്യവും എല്ലാ ദിവസവും നിക്ഷേപിക്കുന്നത്. ഇവിടെ നിന്നും തരംതിരിച്ച് ഇത് പിന്നീട് മാറ്റും എന്ന അറിയിപ്പുകൾ കാലാകാലങ്ങളിൽ ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും തന്നെ നടക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള 3 വൻ മലകൾ തന്നെ ഗാസിപ്പൂരിൽ മാലിന്യം വർഷങ്ങളായി നിക്ഷേപിച്ചതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മാലിന്യ നിക്ഷേപ സ്ഥലത്താണ് തീ പിടിച്ചത്. ഈ മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് അടക്കമുള്ളവ ഉണ്ട്. അതുകൊണ്ട് തന്നെ തീ ആളിപ്പടരാനുണ്ടായ സാഹചര്യമുണ്ടായി. ആദ്യഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നെങ്കിലും ഈ തീ ആളിപ്പടരുകയായിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി തുടർന്നെങ്കിലും ശമനമില്ലാതെ തീ ആളിപ്പടർന്നു. ഈ മാലിന്യത്തിനുള്ളിലെ ഗ്യാസ് ആണ് തീ പടരാൻ കാരണം എന്നാണ് ഫയർഫോഴ്സ് വിശദീകരിച്ചത്. 10 യൂണിറ്റ് ഫയർഫോഴ്സ് 12 മണിക്കൂറിലേറെ പ്രവർത്തിച്ചാണ് ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല പൂർണ്ണമായും. പലയിടങ്ങളിലും ഇപ്പോഴും തീ നാളങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റ് ഇതിൻ്റെ മറുവശത്തായി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല ഈ തീ എന്നുള്ളതാണ്. വലിയ വിവാദവുമായിരിക്കുന്നു അതിനിടെ. തീ പിടുത്തമുണ്ടായ റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ ആരോപണവുമായി BJP രംഗത്തെത്തിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഡൽഹി MCD ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അവരുടെ കുറ്റകരമായ വഞ്ചനയാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നാണ് BJP ആരോപിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ ഇവിടെ ഈ മാലിന്യത്തിന് തീ പിടിച്ച സ്ഥലത്തെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ, ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിലും വലിയ പ്രചരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഹഷ്മി, ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ ഗാസിപ്പൂരിൽ മാലിന്യ മല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടുന്നില്ല. ആദ്യം കാണുന്നവർക്ക് വലിയ മലയാണ്, ബ്രഹ്മപുരമൊന്നും അല്ല അതിന്റെ മുന്നിൽ. ഈ സാധാരണ അർജന്റീനയിലൊക്കെ ഇതുപോലെയുള്ള വലിയ മാലിന്യമലകളുണ്ട്. ചെറിയ കുട്ടികൾ, അവർ സ്കൂളിൽ പോകാതെ മാലിന്യം പെറുക്കി വിറ്റാണ് ജീവിക്കുന്നത്. അവർ കൊണ്ട് ഈ മലയിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. അവിടെ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ എടുക്കുന്ന കുട്ടികളുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ വലിയൊരു കൂമ്പാരമാണ് അവിടെ. വലിയ മാലിന്യമല ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കാലമാണ്, എന്തിനും തീ പിടിക്കുന്നത്.